മക്കളെ, അപ്പോൾ നമ്മുടെ നീറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഡേ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയായിരിക്കും. എൻ്റെ കുട്ടികളെല്ലാവരും +1 ചാപ്റ്റേഴ്സൊക്കെ അങ്ങനെ പഠിച്ചു തുടങ്ങി, നീറ്റിൻ്റെ ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ കണ്ടു തുടങ്ങിയിട്ടുണ്ടാകും. ഇത് ഞാനിങ്ങനെ എത്ര ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ടുള്ള കാരണം നമ്മുടെ പൃഥ്വി ബാച്ചിൽ ഓൾറെഡി നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ തുടങ്ങി ഓരോന്നോരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ നീറ്റിന് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ പൃഥ്വി ബാച്ചിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ ഓരോ ചാപ്റ്റേഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ നീറ്റിൻ്റെ സെഷൻസും വർക്ക്ഷീറ്റും ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. താല്പര്യമുള്ള മക്കൾക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. ഓക്കെ, മിസ് അത് പറയാൻ വേണ്ടിയിട്ടല്ല ഈ ഒരു വീഡിയോ. അതായത് കുറേ വീഡിയോസിൻ്റെ താഴെ ഇങ്ങനെ ഒരു കമൻറ്റ് കണ്ടു, മിസ് ഏതൊക്കെ ബുക്സാണ് നീറ്റിന് റെഫർ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ +1 ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നീറ്റ് പഠിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ നിങ്ങൾക്കൊരു കറക്റ്റ് ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവില്ല വേറെ ഏതെങ്കിലും ബുക്സ് പഠിക്കണോ. കാരണം മാർക്കറ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള പല 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 ബുക്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും ബുക്സൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ എന്നാണ് മിസ്സിന് പറയാനുള്ളത്. കാരണം ഇതൊക്കെ നല്ലതാണ്, പക്ഷെ നമുക്ക് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് കാര്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നീറ്റിന് പഠിക്കുമ്പം നിങ്ങളുടെ സിലബസ് നിങ്ങൾ നോക്കുക. നിങ്ങളുടെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകും. നമ്മളുടെ NCERT ടെക്സ്റ്റ് ബുക്ക്, NCERTയുടെ നിങ്ങൾ +1 +2 പഠിക്കുന്ന സിലബസാണ് നമ്മുടെ നീറ്റിനുള്ളത്. അപ്പോൾ +1നും +2നും NCERTയുടെ സിലബസ് ഉണ്ട്, NCERTയുടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അത് ഫിസിക്സിനും കെമിസ്ട്രിക്കും ബയോളജിക്കും. അതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്, അത് പഠിക്കേണ്ടത്. അപ്പോൾ ബയോളജിക്കാണെങ്കിൽ ഇത് നമ്മളുടെ NCERTയുടെ +1 ആണ്, ഇത് നമ്മളുടെ +2 ആണ്. ഈ ബുക്സാണ് നിങ്ങളുടെ കയ്യിൽ ആദ്യം നിങ്ങൾ വാങ്ങിക്കേണ്ടത്. ഇനിയിപ്പോൾ വാങ്ങിക്കാൻ പറ്റാത്ത മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് NCERTയുടെ വെബ്സൈറ്റിൽ NCERTയുടെ വെബ്സൈറ്റിൽ പോവാം. ജസ്റ്റ് NCERT ടെക്സ്റ്റ് ബുക്ക് +1 +2 ടെക്സ്റ്റ് ബുക്ക് എന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആദ്യം വരുന്നത് NCERTയുടെ വെബ്സൈറ്റ് ആയിരിക്കും. അവിടെ പോയാൽ നിങ്ങൾക്ക് +1നും +2ൻ്റെയും ലേറ്റസ്റ്റ് എഡിഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ബുക്സ് ഒന്നുകിൽ നിങ്ങൾ വാങ്ങിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ +1ലാണെങ്കിൽ +1 ടെക്സ്റ്റ് ബുക്ക് മാത്രം വാങ്ങിയാൽ മതി. ഓക്കെ, ഇനി കെമിസ്ട്രിക്കും ഫിസിക്സിനൊക്കെ സെയിം ആണ്. ഫിസിക്സിന് ഇതേ നമുക്ക് +1ൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ +2ൻ്റെ ഉണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇത് വാങ്ങിച്ചാൽ മതി, +1 വാങ്ങിച്ചാൽ മതി, അല്ലെങ്കിൽ +1ൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ മതി. കെമിസ്ട്രിക്കും സെയിം നമുക്ക് എന്താണ് +1ൻ്റെയും +2ൻ്റെയും ഉണ്ട്. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ +1ൻ്റെ ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ വാങ്ങിക്കുക, ഇത് ബുക്കായിട്ട് തന്നെ പഠിക്കാനാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കുക, അല്ലെങ്കിൽ PDF ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ആൻഡ് ചില മക്കൾ ചോദിക്കാറുണ്ട്, മിസ് ഈ NCERTയുടെ ടെക്സ്റ്റ് ബുക്ക് പ്രത്യേകിച്ച് ഇപ്പം മലയാളം മീഡിയത്തിൽ നിന്ന് ഇംഗ്ലീഷ് മീഡിയത്തിലേക്കൊക്കെ +1 എത്തിയ മക്കളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഈ ഒരു ലാംഗ്വേജ് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ടാവും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് NCERTനെ തന്നെ കുറച്ചുകൂടി NCERT വായിക്കരുത് എന്നല്ല മിസ് പറയണത്, ആദ്യം നിങ്ങൾ NCERT ആണ് വായിക്കേണ്ടത്, എന്തായാലും നിങ്ങൾ വായിക്കേണ്ടത്. പക്ഷേ തുടക്കത്തിൽ നമുക്ക് എന്താണ് ഈ ലാംഗ്വേജ് പിടികിട്ടി വരാൻ ഒരു 1-2 മാസം എടുക്കുമായിരിക്കും ചിലപ്പോൾ. അത് ഓരോരുത്തർക്ക് അനുസരിച്ച് മാറും. ചിലപ്പോൾ ഓരോരുത്തർക്ക് ഒരു ചാപ്റ്റർ കഴിയുമ്പോഴത്തേക്ക് ആ ട്രാക്കിൽ അങ്ങ് കയറുന്നവരും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടി സിമ്പിളാക്കി മനസ്സിലാക്കാൻ NCERTനെ തന്നെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താണ് ഈ NCERT ഫിംഗർ ടിപ്സ് എന്ന് പറയുന്നൊരു ബുക്ക്. MTG പബ്ലിക്കേഷൻസിൻ്റെയാണ്. അതേപോലെ തന്നെ ഫിസിക്സിനും ഉണ്ട്, അതേപോലെ തന്നെ കെമിസ്ട്രിക്കും ഉണ്ട്. നിങ്ങൾക്ക് ആ വേണമെങ്കിൽ അത് വാങ്ങിക്കാം. ഇത് നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾ കടയിൽ പോയി വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. ഇതിൻ്റെ PDF ഒന്നും അവൈലബിൾ അല്ല. കടയിൽ പോയിട്ട് നിങ്ങൾ ആ ബുക്സ് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചാപ്റ്ററൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ ആ ബുക്സ് ഒന്ന് നോക്കുക. ആ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, വായിച്ചിട്ട് അതിൻ്റെ ലാംഗ്വേജ് പിടികിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. NCERT ടെക്സ്റ്റ് ബുക്കിലെ കണ്ടൻറ്റ് തന്നെയാണ്, പക്ഷേ കുറച്ചുകൂടി സിമ്പിൾ ലാംഗ്വേജിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ വേറെ മെറ്റീരിയൽസ് ഇല്ല, നിങ്ങൾ വേറെ ബാച്ചിലൊന്നും ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു PYQൻ്റെ ബുക്ക് നല്ലതായിരിക്കും. നിങ്ങൾ വേറെ ഒരു ബാച്ചിലും ഇല്ലെങ്കിലുള്ള കാര്യമാണ് മിസ് പറയുന്നത് കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ബുക്ക് ഉള്ളത് നല്ലതായിരിക്കും. ഇപ്പോൾ ഇത് മിസ് ഇവിടെ പിക്ചർ വെച്ചിട്ടുള്ളത് നമ്മുടെ എക്സാം വിന്നറിൻ്റെ തന്നെ എൻട്രൻസ് വിന്നർ എന്ന് പറഞ്ഞ ഒരു ബുക്കാണ്. ഇതിനകത്ത് ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും PYQs ഉണ്ട്, നീറ്റിൻ്റെ PYQs ഉണ്ട്. നിങ്ങൾക്ക് ഇതൊന്നെങ്കിൽ റെഫർ ചെയ്യാം. ഇനി നീറ്റിൻ്റെ തന്നെ ഒബ്ജക്റ്റീവ് ഫിസിക്സ് എന്ന് പറയുന്നൊരു ബുക്കുണ്ട്, അരിഹന്ത് പബ്ലിക്കേഷൻസിൻ്റെയാണ്, DC പാൻ്റെ ആണ് ഇതിൻ്റെ റൈറ്റർ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇതെടുക്കാം ഫിസിക്സിന്. കെമിസ്ട്രിക്കാണെന്നുണ്ടെങ്കിൽ ദിശ പബ്ലിക്കേഷൻസിൻ്റെ ഒരു ബുക്കാണ്. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും തോന്നുന്നു. കെമിസ്ട്രിയുടെ ആയിട്ട് മിസ്സിന് തന്നെ ഡീറ്റെയിൽസ് അറിയില്ല. പക്ഷേ നമ്മുടെ കെമിസ്ട്രി ഫാക്കൽറ്റീസിനോട് ചോദിച്ചപ്പോൾ അവർ ഈ ബുക്കാണ് സജസ്റ്റ് ചെയ്തത്. പിന്നെ അതല്ലാതെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നരേന്ദ്ര അശ്വതിയുടെ ഫിസിക്കൽ കെമിസ്ട്രിയുടെ ഉണ്ട്, MS ചൗഹാൻ്റെ ഓർഗാനിക് കെമിസ്ട്രിയുടെ ഉണ്ട്, VK ജയ്സ്വാളിൻ്റെ ഇനോർഗാനിക് കെമിസ്ട്രിയുടെ ഉണ്ട്. ഈ ബുക്സൊക്കെ ഒരിക്കലും NCERTയുടെ മുകളിൽ നിങ്ങൾ നോക്കേണ്ട ബുക്സ് അല്ല. NCERT ആണ് പ്രൈമറി ഇമ്പോർട്ടൻസ്. NCERT. ഇതല്ലാതെ നിങ്ങൾക്ക് ലാംഗ്വേജ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലാണ് മിസ് MTGയുടെ പറഞ്ഞത്. അതല്ല ചില മക്കൾക്ക് ചിലപ്പോൾ കണ്ടൻറ്റ് കുറച്ചുകൂടി അധികം അറിയണം എന്നുള്ളവർക്കാണെങ്കിലാണ് മിസ് ഈ എക്സ്ട്രാ ബുക്സ് പറഞ്ഞിട്ടുള്ളത്. ഇതൊന്നും
റെക്കമെൻഡേഷൻ അല്ല, നിങ്ങൾ പോയി വാങ്ങിക്കണം എന്ന് പറയുന്നതല്ല. നിങ്ങൾക്ക് അത്രയും അത്യാവശ്യമാണ് തോന്നുന്നുണ്ട്, നിങ്ങൾ വേറെ ബാച്ചിലോ കാര്യങ്ങളോ ഒന്നുമില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കടയിൽ പോകാം, എന്നിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കാം. ഓക്കെ, ഒരുപാട് ബുക്സ് അട്ടിക്ക് വെക്കുന്ന അത്ര നല്ല കാര്യമൊന്നുമല്ല. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ബാച്ചിലൊക്കെ ഉണ്ട്, ഇപ്പോൾ നമ്മളുടെ എക്സാമിനറിൻ്റെ പൃഥ്വി ബാച്ചിലൊക്കെ ഉള്ള മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സ്ട്രാ കണ്ടിന് വേണ്ടി നിങ്ങൾ എവിടെയും പോകണ്ട. അത് നമ്മളുടെ നീറ്റ് ബാച്ചിൽ തന്നെ നമ്മൾ പഠിപ്പിക്കും, നീറ്റിൻ്റെ എക്സ്ട്രാ കാര്യങ്ങളും അതിൻ്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ. ഇനി അതല്ല, നിങ്ങൾ ബാച്ചിലൊന്നുമില്ല, നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെയാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എന്നുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾക്കൊരു PYQൻ്റെ ബുക്ക് നല്ലതാണ്. നിങ്ങൾക്ക് ലാംഗ്വേജ് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ സിംപ്ലിഫൈഡ് ലാംഗ്വേജിൻ്റെ ഏതെങ്കിലും ഒരു ബുക്സൊക്കെ നിങ്ങൾക്ക് നോക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇതൊരിക്കലും NCERTയുടെ മുകളിലല്ല, പ്രൈമറി കൺസേൺ നിങ്ങൾ NCERTക്ക് കൊടുക്കുക. ഓക്കെ, ബയോളജിക്ക് കംപ്ലീറ്റ് NCERT തന്നെ നോക്കുക. ഓക്കെ, ഇത് യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾക്ക് എന്ത് കാര്യമാണ് ഇനി എക്സ്ട്രാ നീറ്റിന് വേണ്ടിയിട്ട് അറിയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.